അങ്ങനെ ഇവർ 3 പേരും അടുത്ത കഥയിലേക്ക് വരികയാണ്. അടുത്ത കഥാഭാഗം വരുന്നത് ചോള രാജധാനിയാണ്. ചോളരാജ്ഞി ഒത്തിരി നാളായി മക്കളില്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ചോളരാജ്ഞി ഒരുപാട് നേർച്ചകളൊക്കെ നടത്താൻ തുടങ്ങി. വഴിപാടും നേർച്ചയും ഒക്കെ ധാരാളം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ചോളരാജ്ഞിക്ക് ഗർഭിണിയാകുകയാണ്. പിന്നെ വളരെ ദീർഘമായ ഗർഭവർണ്ണനയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ജ്യോത്സ്യന്മാർ വരുന്നുണ്ട്. ജ്യോത്സ്യന്മാരൊക്കെ വന്നിട്ട് കബഡിയൊക്കെ നിർത്തി നോക്കുന്നുണ്ട്, എന്താണ് കുട്ടികൾ വരാൻ പോകുന്നത്, ചോള രാജധാനിയുടെ ഇനി അടുത്ത ഭാവി എന്താണ് എന്നൊക്കെയുള്ളത് നോക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ദുശ്ശകുനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ദുശ്ശകുനങ്ങളിലും അതുപോലെ ജ്യോതിഷത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ഈ പാട്ടിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒത്തിരി ദുശ്ശകുനങ്ങൾ മുഴുവനും ഉണ്ടാകുന്നു. അങ്ങനെ ചോള രാജ്യത്തെ ഇല്ലാതാക്കുന്ന സന്തതികളാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു മറുപടിയാണ് ജ്യോത്സ്യർ കൊടുക്കുന്നത്. ഇപ്പോൾ ജ്യോത്സ്യരുടെ ഈ മറുപടിയിൽ രാജാവ് വളരെ നിരാശനായി ഭവിക്കുകയാണ്. എന്നാൽ ചോളരാജ്ഞിയാകട്ടെ രാജാവിന് വേണ്ട കരുത്ത് കൊടുക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, നമുക്കുണ്ടാകുന്ന മക്കൾ നല്ലത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർക്ക് 2 കുട്ടികളാണ് ഉണ്ടാകുന്നത്. കുലം പിറന്ന ആൺകുഞ്ഞിനെ കുംഭകർണനെന്നും അതുപോലെ ഉണ്ടായ പെൺകുഞ്ഞിനെ ശൂർപ്പണഖയെന്നും പേരിട്ട് ഇവർ വിളിച്ചു. മരുത്തുകമാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. കുഞ്ഞുങ്ങളെ നോക്കാനും ചോളരാജ്ഞിയുടെ പ്രസവം എടുക്കാനൊക്കെ വന്നിട്ടുള്ള ആളാണ്, സ്ത്രീയാണ് ഈ മരുത്തുകം എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത്. കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷം ചോളരാജ്ഞിക്ക് വളരെ സന്തോഷമായിരുന്നു. ഈ കുട്ടികൾ തൻ്റെ ഐശ്വര്യമാണ് എന്നൊക്കെ ചോളരാജ്ഞി വെറുതെ വിശ്വസിച്ചു. പക്ഷെ രാജാവിന് അപ്പോഴും ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നു. രാജ്യത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ചോളരാജ്ഞി പാലൊക്കെ കൊടുത്ത് ഈ കുട്ടികളെ കിടത്തി ഉറക്കുകയാണ്. കിടത്തി ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഇവർ ഉറങ്ങാൻ പോയി. എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം ഈ കുംഭകർണനും അതുപോലെ ശൂർപ്പണഖയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും തങ്ങൾക്ക് പാല് തന്നതല്ലേ ഈ മരുത്തുകം, തങ്ങളെ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മരുത്തുകം, അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യണ്ട, കാരണം ഈ കുട്ടികൾക്ക് വിശപ്പ് മാറുന്നില്ല, വല്ലാത്ത വിശപ്പ് തന്നെ, അങ്ങനെ ഇവരെ ഒന്നും ചെയ്യണ്ട, മറിച്ച് നമുക്ക് കന്നുകാലികളെ പോയി തിന്നു തീർക്കാമെന്ന് ഈ 2 കുട്ടികളും അങ്ങ് വിചാരിക്കാം. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു 10-200 പോത്തിനെയും അതുപോലെ 10-300 എരുതുകളെയും ഒക്കെ ഇവർ വകവരുത്തുന്നു. എല്ലാറ്റിനെയും തിന്നു തീർക്കുന്നില്ല, നാട്ടിലെ കുറച്ചെണ്ണങ്ങളെയൊക്കെ ബാക്കി വെച്ചു. കാരണം നാളെയും വിശക്കൂലോ, നാളെയും വരുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ 2 കുട്ടികളും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് കിടന്ന് വീണ്ടും കരയുകയാണ്. അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ വന്ന് പാല് കൊടുക്കുന്നു. സാധാരണ രീതിയിൽ കുട്ടികൾ അവിടെ കളിക്കുന്നു. പിറ്റേ ദിവസം നാട്ടുകാരെല്ലാവരും ഉണർന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് തങ്ങളുടെ കന്നുകാലികളെ കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ വന്ന് രാജാവിനോട് പറയുന്നത് എന്താ, പുലികളുടെ പാടില്ല അല്ലേ, വേറെ ഒരു മൃഗത്തിൻ്റെ പാടുമില്ല, ആരും വന്ന് കൊണ്ടുപോയതല്ല, കള്ളന്മാർ വന്നു പോയതിൻ്റെ തെളിവുകളില്ല, പക്ഷേ കന്നുകാലികളെ കാണാനില്ല. ഇതിൻ്റെ എല്ലാം കാരണം രാജകുടുംബത്തിലുണ്ടായ മക്കളാണോ എന്ന് ഞങ്ങൾക്ക് സന്ദേഹമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ പ്രജകളുടെ പ്രശ്നം തൻ്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ രാജാവ് ശരി, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് നിശ്ചയിക്കുകയാണ് ചെയ്തത്. അന്നേ ദിവസം തന്നെ രാത്രി വീണ്ടും ഈ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് ആരും അറിയാതെ പുറത്തു പോയി വീണ്ടും ഇതുപോലെ കന്നുകാലികളൊക്കെ തിന്നു തീർക്കാനായിട്ട് തുടങ്ങി. ഇത് പക്ഷേ ആ ഗ്രാമത്തിൻ്റെ കാവൽക്കാർ കാണുകയും പക്ഷേ അവർക്ക് ആ സമയത്ത് പോയി ആ കുട്ടികളോട് എതിർക്കാനായിട്ട് ഭയമാകുകയും അവർ മാറി നിന്ന് ഇതിന് ശേഷം രാജാവിനോട് പോയിട്ട് സാക്ഷികളായി നടന്ന കാര്യത്തെ പോയി പറയുകയും ചെയ്തു. അപ്പോൾ രാജാവ് ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നുറപ്പിക്കുകയാണ്, ശരി, എന്തായാലും ഇനി ഈ കുട്ടികളെ വക വരുത്തിയിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ രാജാവ് എന്താ ചെയ്യുന്നത്, ഈ കുട്ടികളെ കൊണ്ടുപോയി കാട്ടിൽ കളയാനായിട്ട് ഉത്തരവിറക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് വേപ്പ് മരത്തിൻ്റെ കീഴിലാണ് കൊണ്ടുപോയി കളയുന്നത്. ഇവരാണെങ്കിൽ ആ വേപ്പ് മരത്തിൻ്റെ സ്വരൂപമായി തീരുകയും നീലിയും നീലനുമായി മാറുകയും ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം ഈ വേപ്പ് മരമാണ് ഒരിക്കൽ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുറിച്ചു മാറ്റപ്പെട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി.